അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വാ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. താരങ്ങളിൽ നിറ പൗർണമി പോൽ ഞങ്ങളിൽ ഉദയം ചെയ്തവരെ, അതിലും ഷറഫ് മികന്തവരെ, ഉത്തമരാം നബി സയ്യിദരേ. അസ്സലാത്തു അലൻ നബി. ഈ ശബ്ദം ഒരിക്കലും പോരാ. ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് അവനവൻ കേൾക്കുന്ന രീതിയിൽ വരട്ടെ. വൽ ഹബീബിൽ അറബി. ഒന്നുകൂടെ അസ്സലാത്തു അലൻ നബി. തണുത്തിരിക്കുന്ന നമ്മുടെ ഉള്ളൊന്ന് ചൂടാവട്ടെ. ഈ ശബ്ദം പോരെ സഹോദരങ്ങളെ. നമ്മളെല്ലാവരും സ്വലാത്തിൽ എന്തിനാണ് നമ്മൾ പിശുക്ക് കാണിക്കണത്? ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവരല്ലേ ഏറ്റവും വലിയ പിശുക്കന്മാർ. ആ പിശുക്ക് നമുക്ക് വേണ്ട. വൽ ഹബീബിൽ അറബി. ഒന്നുകൂടെ ശബ്ദത്തിൽ അസ്സലാത്തു അലൻ നബി. ഇപ്പോൾ കുറച്ചുകൂടെ ശബ്ദം കൂടി. ഇനി ശബ്ദം കുറയാൻ പാടില്ല, കൂടുതലല്ലാതെ. നമ്മളെ തൊണ്ടയ്ക്ക് ഒന്ന് സ്വലാത്ത് കൊണ്ട് ചൂട് പിടിക്കട്ടെ. ഈ നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞുകൂട്ടിയ ഹറാമിൻ്റെ വർത്തമാനങ്ങൾക്ക് ഈ സ്വലാത്തൊരു പരിഹാരമാവട്ടെ. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയും ഉപ്പയുമായവരെ, അവരെക്കാൾ ഗുണമുള്ളവരെ ഇല്ല അവരിലും ഇതുപോലെ, ഉത്തമരാം നബി സയ്യിദരേ. അസ്സലാത്തു അലൻ നബി. മോണിറ്റർ ഒന്നുകൂടെ കൂട്ടാൻ പറ്റുമോ? മോണിറ്റർ കുറച്ചുകൂടെ പോലെ. والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. നാളെ പുണ്യ ശഫാഅത്താൽ രക്ഷകനങ്ങാണുമ്മത്തിൽ ആരാണിതുപോലുലകത്തിൽ, ഉത്തമരാം നബി സയ്യിദരേ. അസ്സലാത്തു. ശബ്ദത്തിൽ ചൊല്ലിക്കോളും. അറബി. അസ്സലാത്തു അലൻ നബി كل وقت دائما لاح نجم في السماء سيدي خير النبي. الصلاة على والسلام على الرسول. ഓരോരുത്തരും അവരുടെ ശബ്ദം പുറത്തു വരുന്ന രീതിയിൽ ചൊല്ലാം. അറബി. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. ഏകദേശം ഉച്ച മുതൽ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. അള്ളാഹുവേ, അവർ ഈ സദസ്സിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ഓരോന്നും അവർക്ക് ദുനിയാവിൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ, സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമലുകളിൽ ഒന്നായി ഈ വിശുദ്ധമായ മജ്‌ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അവരുടെ മഹത്വവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും തമ്മിൽ ഒരു താരതമ്യം ചെയ്താൽ ഒരിക്കലും ചേർത്തു വെക്കാൻ പോലും കഴിയാത്ത വിധം വളരെ 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 ഉന്നതങ്ങളിലാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളൊരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയൽ പോട്ടെ, ഒരു സാധാരണ നബിയാണ് എന്ന് പറയുന്നത് പോലും
ഹബീബിനോടുള്ള അനാദരവാണ്. ഇബ്രാഹിം നബിയെ പോലൊരു നബിയാണ്, മൂസാ നബിയെ പോലൊരു നബിയാണ്, ഈസാ നബിയെ പോലത്തെ ഒരു നബിയാണ് എന്ന് പറയുന്നത് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്തലാണ്. ആ ഹബീബിൻ്റെ മഹത്തായ സ്ഥാനം മറ്റു പ്രവാചകന്മാരുടെ സ്ഥാനവുമായി തുലനം ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം എത്ര സുന്ദരമായിട്ടാണ് ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു വരച്ചു കാണിക്കുന്നത്. ഫാഖൻ നബീന ഫീ ഖൽഖി വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റശ്ഫം മിനദ്ദിയമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അനന്തവിശാലമായി പരന്നുകിടക്കുന്ന ഒരു കടലിൽ നിന്ന് ഒരാൾ ഒരു തുള്ളി വെള്ളമെടുത്താൽ, അല്ലെങ്കിൽ തനിക്ക് കുടിക്കാൻ വേണ്ടി ഒരു കൈക്കുടന്ന വെള്ളം അയാൾ കോരിയെടുത്താൽ, ആ കൈക്കുമ്പിളിൽ കിടക്കുന്ന വെള്ളമാണ് ലോകത്തെ സകല അമ്പിയാക്കളുടെയും മഹത്വമെങ്കിൽ അതിൽ ആദം നബിയുണ്ട്, നൂഹ് നബിയുണ്ട്, ഇബ്രാഹിം നബിയും ഈസാ നബിയും മൂസാ നബിയും എല്ലാവരുമുണ്ട്. ആ കൈക്കുമ്പിൾ വെള്ളമാണ് അവരുടെ മഹത്വമെങ്കിൽ ആ പരന്നു കിടക്കുന്ന കടലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ വരികൾക്കിടയിലൂടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സകല അമ്പിയാക്കളുടെയും മഹത്വം ഈ കടലിൽ നിന്ന് കോരിയെടുത്തതാണെങ്കിൽ ആ കടൽ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കടലിൽ നിന്നാണ് സകല അമ്പിയാക്കളുടെയും മഹത്വം അവർ നേടിയെടുത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലായത് മുത്ത് നബി തങ്ങളുടെ മഹത്വം കൊണ്ടാണ്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കലീമായത് ഹബീബായ തങ്ങളുടെ ഔദാര്യം കൊണ്ടാണ്. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റൂഹായത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹത്വങ്ങൾ കടമെടുത്തുകൊണ്ടാണ്.